നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്നിട്ടുള്ള ആദ്യ സംഘടിത സമരമാണ് ഇതെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം. എന്തുകൊണ്ടാണ് സംഘടിത സമരം എന്ന് പറയുന്നത്? അതിനു മുമ്പ് സംഘടിതമല്ലാതെ നടന്നിട്ടുള്ള സമരങ്ങളുണ്ട്. പക്ഷേ അയിത്തത്തിനെതിരെ സംഘടിതമായിട്ടുള്ള നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈക്കം സത്യാഗ്രഹമാണ്. ഇത് ഒരിക്കലും എന്താണ് ക്ഷേത്രത്തിലേക്കുള്ള ഒരു സമരമല്ല, അതായത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല, മറിച്ച് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എക്സാക്ട്ലി പറയുകയാണെങ്കിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ ഒരു വഴി, അതിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരമാണ്. ഈ വൈക്കം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ്. അപ്പം ഈ സമരം തുടങ്ങുന്നത് 1924 മാർച്ച് 30-നും അവസാനിക്കുന്നത് 1925 നവംബർ 23-നുമാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കാം, എങ്ങനെയാണ് ഈ ഒരു സമരത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന്. ഇതിലെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് ടി.കെ. മാധവനാണ്. അപ്പം ടി.കെ. മാധവനാണ് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ അയിത്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒട്ടാകെ ഇദ്ദേഹം ആദ്യം സഞ്ചരിക്കുന്നു. ശേഷം ഇദ്ദേഹം ഡൽഹിയിൽ ആര്യ സമാജത്തിൽ പോയിട്ട് കേരളത്തിൻ്റെ അയിത്തം എന്ന പ്രമേയം അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നു. തിരുനെൽവേലിയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. ആ ഡേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. 1921 സെപ്റ്റംബർ 23 എന്നാണ്. 1921 സെപ്റ്റംബർ 23. അപ്പം നമ്മൾ ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവായ ടി.കെ. മാധവനെക്കുറിച്ച് 3 പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം ഇദ്ദേഹം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുന്നു, പിന്നെ ആര്യസമാജത്തിൽ, പിന്നെ ഗാന്ധിജിയെ കാണുന്നത്. ശേഷം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1923 കാക്കിനാട സമ്മേളനം, INC സമ്മേളനമാണ്. അതിൽ അയിത്തോച്ചാടനത്തെക്കുറിച്ചുള്ള ഒരു പ്രമേയം ടി.കെ. മാധവൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാക്കിനാട സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലിയാണ്. ശേഷം 1924 വരികയാണ്. 1924 ജാനുവരി 24. അത് ശരിക്കും ഒരു ഫാൻസി നമ്പറാണല്ലേ, 24 ജാനുവരി 24. അപ്പം 1924 ജാനുവരി 24 നമ്മുടെ KPCC എന്ത് ചെയ്യാണ്? എറണാകുളത്ത് വെച്ച് നടന്നിട്ടുള്ള KPCC സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അയിത്തോച്ചാടന സമിതി രൂപീകരിക്കുന്നു. അയിത്തോച്ചാടന സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് K. കേളപ്പനാണ്. എന്നാൽ പ്രചാരണ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ടി.കെ. മാധവനാണ്. അത് ആലോചിച്ചാൽ മതി. ഇങ്ങനെ, അതായത് നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അയിത്തോച്ചാടന സമിതിയുടെയും പ്രചാരണ സമിതിയുടെയും അധ്യക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് ഈ പ്രചരിപ്പിക്കുന്ന ആളായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു മെയിൻ ആളെന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് ആരാണ്? ടി.കെ. മാധവനാണ്. സോ ടി.കെ. മാധവനാണ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഈ കാക്കിനാട സമ്മേളനം 1923 കാക്കിനാട സമ്മേളനത്തിൻ്റെ സന്തതിയായിട്ട് നമുക്ക് എന്ത് പറയാം? കേരളത്തിൻ്റെ, അതായത് കാക്കിനാട INC സമ്മേളനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സത്യാഗ്രഹമായിട്ട് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെ വിശേഷിപ്പിക്കാം. കാരണം ആ ഒരു സമ്മേളനത്തിലാണല്ലോ ടി.കെ. മാധവൻ എന്ത് ചെയ്യുന്നത്? അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നതും ശേഷം ഇങ്ങനെ ഒരു സമരം മുന്നോട്ട് പൊക്കാളാനുള്ളൊരു അനുമതി കിട്ടുന്നതും. അതിനുശേഷമാണ് KPCC വരുന്നത്. സ്റ്റാർട്ട് ചെയ്തത് 1924 മാർച്ച് 30-നാണ്. ഈ മാർച്ച് 30 നമ്മൾ വേറെ എവിടെയോ ഒന്ന് പഠിച്ച ഡേറ്റ് ആണല്ലോ. അതായത് മലബാർ വിഭജിച്ച ഒരു ദിവസം എന്നായിരുന്നു, മാർച്ച് 30 ആയിരുന്നല്ലേ. ശേഷം നമ്മൾ സത്യാഗ്രഹത്തിലേക്ക് വരുമ്പം ഈ ഒരു വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അതായത് ഒരു മൂലയിൽ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ കണ്ടു എന്നങ്ങ് ആലോചിക്കുക. നമ്മളൊക്കെ ഒരു മൂലയിൽ, അതായത് അവർണരൊക്കെ ഒരു മൂലയിൽ, ഈ മൂലയിൽ കൂടെ ആ മൂലയിൽ നിന്നാൽ മതി, ഈ ഒരു അമ്പലത്തിൻ്റെ ആ മൂലയിലേക്ക് വരണ്ട എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം കണ്ടത്. അപ്പോൾ ശ്രീമൂലം തിരുനാൾ, തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നത് രാഘവയ്യയാണ്. ഈ ഒരു സമരരീതി, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരരീതി നിയമലംഘനം വഴിയാണ്. അതായത് ഒരു തീണ്ടൽ പലക ഉണ്ട്. അതായത് ഈ തീണ്ടൽ പലക എന്ന് പറയുന്നത് ഈ ഒരു ജാതിയിൽ അപ്പുറത്ത് ഈ അവർണർക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീകോഷൻ എഴുതിയിട്ടുള്ള ഒരു പലക. അപ്പം അതിനെ താണ്ടിയിട്ട് 3 ഡിഫറെൻറ്റ് ജാതിയിലുള്ള ആളുകൾ പോവുകയാണ് ചെയ്യുന്നത്. ആ പോകുന്ന ആളുകളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. കുഞ്ഞാപ്പി പുലയനാണ്, ബാഹുലേയൻ ഈഴവനാണ്, ഗോവിന്ദപ്പണിക്കർ നായരാണ്. അപ്പോൾ നമുക്ക് ട്രിക്കിലി ഗോ ബാക്ക്, ഗോ ഗോവിന്ദൻ, ബാഹുലേയൻ, ബാക്കിൻ്റെ കുഞ്ഞാപ്പി, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി നമ്മൾ ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കളെയാണ് പരിചയപ്പെടുന്നത്. ടി.കെ. മാധവൻ,
പിന്നെ കെ പി കേശവമേനോൻ, ടി കെ മാധവനും കെ പി കേശവമേനോനും ഇതിൻ്റെ മെയിനാണ്, നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ സി വി കുഞ്ഞിരാമൻ വരുന്നുണ്ട്, കെ കേളപ്പൻ വരുന്നുണ്ട്. അപ്പോൾ ടി കെ മാധവൻ, കേശവമേനോൻ, പിന്നെ കുഞ്ഞിരാമൻ, കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കൂരൂർ നീലകണ്ഠൻ പിള്ള, പിന്നെ എ കെ പിള്ള, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഇനി വനിതാ നേതാവായിട്ട് നാഗമ്മ വരുന്നുണ്ട്. ഇനി അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, സെബാസ്റ്റ്യൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അതായത് ജോർജ് ജോസഫ്, സെബാസ്റ്റ്യൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, ഇവരൊക്കെ അഹിന്ദുക്കളാണ്. അപ്പോൾ അഹിന്ദുക്കൾ പോലും വൈക്കം സത്യാഗ്രഹത്തെ എന്തായിരുന്നു, പിന്തുണച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി ദേശീയ നേതാക്കൾ നോക്കുകയാണെങ്കിൽ ഗാന്ധിജി ഉണ്ട്, ഇ വി രാമസ്വാമി ഉണ്ട്, പിന്നെ ആരൊക്കെ ഉണ്ട്, പിന്നെ ആചാര്യ വിനോബ ഭാവെ ഉണ്ട്, ഇവരൊക്കെയാണ് ഉള്ളത്. ഇനി ഈ 1925 സെപ്റ്റംബർ 27 എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിക്കുന്ന ദിവസമാണ്. അദ്ദേഹം 3 ഡേ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശിവഗിരി ഫണ്ട് രൂപീകരിച്ചിട്ട് 1000 രൂപയൊക്കെ സംഭാവന നൽകിയിട്ടാണ് പോകുന്നത്. ആ ശ്രീനാരായണ ഗുരു വന്ന ഡേറ്റ് എന്നാണ് 1925 സെപ്റ്റംബർ 27. ശേഷം എന്താണ്, സത്യാഗ്രഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 99 വെള്ളപ്പൊക്കം ഈ ഒരു സമയത്താണ് വരുന്നത്. പക്ഷേ വെള്ളപ്പൊക്കം വന്നു എന്ന് പറഞ്ഞിട്ട് സത്യാഗ്രഹം പിൻവലിക്കാൻ പറ്റില്ലല്ലേ, അത് അത്രയും കാലത്തെ ഒരു പ്രയത്നഫലമായിട്ടാണ് നമ്മൾ സത്യാഗ്രഹം തുടങ്ങിയത്. അപ്പം സത്യാഗ്രഹം താൽക്കാലികമായിട്ട് ഗുരുവിൻ്റെ വെല്ലൂർ മഠത്തിൽ മാറ്റുകയാണ് ഈ സത്യാഗ്രഹ ക്യാമ്പ് ചെയ്യുന്നത്, ആ ഒരു 99 വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ ഗുരുവിൻ്റെ ശിഷ്യന്മാരെ പഠിക്കുന്നുണ്ട്. അതായത് ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശിഷ്യന്മാരാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് സത്യാവർത്തനും കോട്ടുകോയിക്കൽ വേലായുധനും. ഇനി പഞ്ചാബിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വന്നിട്ടുള്ള ആളുകളാണ് അകാലികൾ. അകാലികളുടെ നേതാവ് ലാലാ ലാൽ സിംഗ് ആണ്. ഇദ്ദേഹം സൗജന്യ ഭക്ഷണശാല തുറക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഈ സത്യാഗ്രഹികൾക്ക് ഒന്ന് അനുകൂലിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൃപാൽ സിംഗും ഈ ഒരു ലാലാ ലാൽ സിംഗിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പഞ്ചാബിൽ നിന്ന്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കർ? അദ്ദേഹം എന്ന് പറയുന്നത് മധുര നിന്നും വൈക്കത്തേക്ക് ഒരു ജാഥ നടത്തും. അതായത് മധുര തൊട്ട് വൈക്കത്തേക്ക് ജാഥ നടത്തും ഈ ഒരു സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പം ഇദ്ദേഹത്തെ പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് നാഗമ്മ. നാഗമ്മ ചോദിച്ചിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഒരു കോട്ടായിട്ട് വേണേൽ നമുക്ക് പറയാം. അതായത് ഈ പട്ടിക്ക് പോകുന്ന വഴിയിലൂടെ മനുഷ്യന് നടന്നുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യമാണല്ലോ അവർക്ക് അനുവദിക്കാത്തത്. അപ്പോൾ അതിലൂടെ എന്താണ്, അവർണർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പോകും. അപ്പോൾ പട്ടിക്ക് പോകുന്ന വഴി പോലും, പട്ടിയുള്ള വില പോലും മനുഷ്യർക്കില്ലേ എന്നുള്ള രീതിയിലാണ് നാഗമ്മ ചോദിക്കുന്നത്. ഇനി ഇ വി രാമസ്വാമി നായ്ക്കറുടെ കേസിൽ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്മാരകാർത്ഥം പ്രതിമ, സ്മാരകമൊക്കെ വൈക്കത്ത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ഒരു ഇ വി രാമസ്വാമി നായ്ക്കറുടെ കൂടെയുള്ള ആളുകളാണ് ദ്വാരകാദാസ്, മധുരദാസ്, നാരായണസ്വാമി എന്നിവയുള്ളവരൊക്കെ. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു ദേശീയ നേതാവുണ്ട്. ആ ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. ഇനി നമ്മൾ സവർണ ജാഥകളാണ് പറയുന്നത്. സവർണ ജാഥകൾ എന്ന് പറയുന്നത് ഗാന്ധിജിയാണ് നിർദ്ദേശിക്കുന്നത്, നിങ്ങൾ സവർണ ജാഥ തുടങ്ങണം. അപ്പം നായിഡു ഒരു സവർണ ജാഥ തുടങ്ങുന്നുണ്ട്. അത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ്. മന്നത്ത് തുടങ്ങുന്നത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. എല്ലാം തിരുവനന്തപുരത്തിലെ ആ ഒരു കാവടിയാർ കൊട്ടാരത്തിലാണെന്ന് തോന്നുന്നു. ആ ഒരു നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ആ ഒരു കൊട്ടാരത്തിലേക്കാണ് ഈ ഒരു ജാഥ, സവർണ ജാഥ പോകുന്നത്. എന്തിനാണ് ഈ സവർണ ജാഥ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവർണർ അമ്പലത്തിലെ ആ ഒരു വഴിയിലൂടെ നടക്കുന്നതിൽ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന് സവർണർ തന്നെ അനുകൂലിച്ച് നടത്തുന്ന ജാഥയാണ് സവർണ ജാഥകൾ. അപ്പം അതിൽ എം.ഇ. നായിഡുവിൻ്റെത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്കും, മന്നത്തിൻ്റെത് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കും. മന്നത്തിൻ്റെ തുടങ്ങിയത് 1924 നവംബർ 1 അവസാനിക്കുന്നത് 1924 നവംബർ 12 ശേഷം ഈ ഒരു മെമ്മോറിയൽ സേതുലക്ഷ്മി ബായിക്ക് നിവേദനം കൊടുക്കുകയാണ്. ഇതിൽ 23,000 അല്ലെങ്കിൽ 25,000 ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അത്രയും ആളുകൾ ഒപ്പിട്ടിട്ടുള്ളൊരു ഒരു നിവേദനമാണ്. നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് നമ്മുടെ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു? പ്രധാന നേതാക്കളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ശേഷം
കുറച്ച് 3 ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. 1925 ഫെബ്രുവരി 7 നമ്മുടെ എൻ കുമാരൻ എന്ത് ചെയ്യാണ്, തിരുവിതാംകൂർ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. വൈക്കം ക്ഷേത്ര റോഡും മറ്റ് റോഡുകളും ജാതിഭേദമന്യേ എല്ലാം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടിട്ട്. അപ്പം ഈ ഒരു പ്രമേയം 21 വോട്ട് ഇദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. 22 ആളുകൾ ഇദ്ദേഹത്തെ പ്രതികൂലിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു പരാജയമായിരുന്നു. ഒരൊറ്റ വോട്ടിന്, 2 വോട്ടിന് എന്ന് വേണേൽ പറയാം, ഒറ്റ വോട്ടിന് ഇത് പരാജയപ്പെട്ടു ഈ ഒരു പ്രമേയം. എൻ കുമാരനെ നമ്മൾ പറയാം. എൻ കുമാരൻ ആരാണ്? ആ ഒരു ട്രാൻസ്ലേറ്റർ ആയിരുന്നല്ലേ, അതായത് ശ്രീനാരായണ ഗുരു രവീന്ദ്രനാഥ ടാഗോർ അല്ല, ഗാന്ധിജിയും കൂടി കണ്ടുമുട്ടുന്ന സമയത്ത് ആ ട്രാൻസ്ലേറ്ററായിട്ട് നിന്നത് എൻ കുമാരനാണ്. ഇനി 1925 മാർച്ച് 8 വരികയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി കേരളത്തിലേക്ക് വരികയാണ്. 1925 മാർച്ച് 9 വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചു. കാരണം വന്ന പാടന്നെ സന്ദർശിക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു ദിവസം ഒരു ഗ്യാപ്പ് എടുക്കുമല്ലോ. ഇനി ഈ ഗാന്ധിജിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൻ രാംദാസ് ഗാന്ധിയും പിന്നെ രാജഗോപാലാചാരിയും മഹാദേവ ദേശായിയും ഉണ്ടായിരുന്നു. ശേഷം ഗാന്ധിജി ചർച്ച നടത്തുന്നത് സേതുലക്ഷ്മി ബായിയോടും പിന്നെ പിറ്റുമായിട്ടാണ്. പിന്നെ ഇണ്ടം തുരുത്തി മനയിൽ നമ്പ്യാരുമായിട്ട് ചർച്ച നടത്തുന്നു. ഗാന്ധിജി എന്നിട്ട് ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. അതായത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണല്ലേ, അപ്പം ഹിന്ദുക്കൾ മാത്രം പങ്കെടുത്താൽ മതി എന്നാണ് പറയുന്നത്. അകാലികളുടെ ഭക്ഷണശാലയൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സമര അവസാനം 1925 നവംബർ 23 എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. 603 ദിവസം നീണ്ടു നിന്ന ഒരു വലിയ സമരം തന്നെയായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ ഒരു വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകളുണ്ട്. അതൊഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ നിരത്തുകളും ജാതിഭേദമന്യേ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്തെ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി ആണ്. 1928 തിരുവിതാംകൂറിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ നിരത്തുകളും എല്ലാവർക്കും തുറന്നു കൊടുക്കുകയാണ്. എല്ലാ ക്ഷേത്രത്തിലെയും നിരത്തുകൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ ഒരു ഏക രക്തസാക്ഷിയുണ്ട്, അത് ചിറ്റേടത്ത് ശങ്കുപിള്ളയാണ്. ഇത്രയാണ് നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ഇനി ധവളാകുളം വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ്. ദളവാകുളം എന്ന് പറയുന്നത് അവിട്ടം തിരുനാളിൻ്റെ സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. അതൊന്ന് ജസ്റ്റ് വൈക്കവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ആലോചിക്കുക. ഇനി വൈക്കം സ്മാരകം വൈക്കത്താണ്. ഈ ഒരു ഏത് കായൽ തീരത്താണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ തീരത്താണ്. ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ ഗാന്ധിജിയുടെ പത്രം യങ് ഇന്ത്യയാണ്. പിന്നെ പിന്തുണച്ചിട്ടുള്ള ഒരു മലയാള പത്രമുണ്ട്, അതാണ് സമദർശിനി. ഇങ്ങനെ ആലോചിച്ചാൽ മതി, എല്ലാവരും സമന്മാരാണ്, എല്ലാവരെയും സമമായി ദർശിക്കൂ എന്നുള്ള രീതിയിൽ സമദർശിനി. സത്യാഗ്രഹത്തിൻ്റെ ട്രയൽ റൺ എന്ന് പറയുന്നത് പൂക്കോട്ടൂർ സംഭവമാണോ എന്നൊരു ഡൗട്ടുണ്ട്, അത് ഉറപ്പില്ല, അത് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അടുത്തത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ വകുപ്പ് 2021 ഒരു പോസ്റ്റൽ കവർ പുറത്തിറക്കുകയുണ്ടായി. ഇനി സാമൂഹ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് വൈക്കം അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തമിഴ്നാടാണ്. ഇനി കേരളത്തിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യ സമരം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് തളിർ റോഡ് സമരമാണ്. രണ്ടാമത് മാത്രമാണ് വൈക്കം സത്യാഗ്രഹം വരുന്നത്. എന്നാൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത ബഹുജന സമരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈക്കം സത്യാഗ്രഹമാണ്. ഇനി ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു വിജയത്തിനെ കുറിച്ച് പറഞ്ഞത്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയം സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് എന്നാണ് പറഞ്ഞത്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ വേണ്ടി ഗാന്ധിജി വൈക്കത്തെത്തി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വിവരിക്കുന്ന മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ്. അദ്ദേഹം ഓർത്തെടുത്ത് ഓർമ്മക്കുറിപ്പ് എഴുതി എന്നങ്ങ് ആലോചിക്കുക. അതിലൊരു കഥയാണ് അമ്മ. ഇത്രയാണ് നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൽ പഠിക്കുന്നത്.